പണം ലാഭിക്കാൻ ഇവൻ പല്ല് തേക്കുമ്പോൾ പോലും ഒരു ക്രെഡിറ്റ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. കൂടുതൽ ക്രെഡിറ്റ് നേടാനായി അയാൾ എപ്പോഴും സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ അയാളുടെ ബാലൻസ് 3 ലക്ഷവും പിന്നീട് 5 ലക്ഷവുമായി. പെട്ടെന്ന് തന്നെ 15 മില്യൺ തികയ്ക്കാനായി ബിങ്ഹാം മറ്റുള്ളവരുടെ എച്ചിൽ ഭക്ഷണം വരെ കഴിക്കാൻ തുടങ്ങി. സാധാരണ വെറുക്കാറുള്ള പരസ്യങ്ങൾ വന്നിട്ട് പോലും ക്രെഡിറ്റ് കളയാതിരിക്കാൻ അയാൾ അതൊന്നും സ്കിപ്പ് ചെയ്തില്ല. ലക്ഷ്യബോധത്തോടെ മുന്നേറിയ അയാൾ 7 ലക്ഷം ക്രെഡിറ്റ്സ് തികച്ചപ്പോൾ സ്വന്തമായി ഒരു സ്റ്റേജ് പെർഫോമൻസ് പരിശീലിക്കാൻ തുടങ്ങി. വീണ്ടും മാസങ്ങളോളം കഠിനമായി സൈക്കിൾ ചവിട്ടിയതോടെ അയാളുടെ ബാലൻസ് 2 മില്യൺ കടന്ന് ഒടുവിൽ 15 മില്യൺ തികഞ്ഞു. അന്ന് രാത്രി തന്നെ ഒരു റിയാലിറ്റി ഷോയുടെ ടിക്കറ്റിനായി അയാൾ തന്റെ സമ്പാദ്യം മുഴുവൻ ചിലവഴിച്ചു. മുൻപ് അബി പെർഫോം ചെയ്തപ്പോഴുണ്ടായിരുന്ന ഒരു ശൂന്യമായ ഡ്രിങ്ക് കാർട്ടൺ കാണിച്ച് സ്റ്റാഫിനെ പറ്റിച്ച് അയാൾ സ്റ്റേജിലേക്ക് കയറി. ബിങ്ഹാമിന്റെ വേഗതയേറിയ ചലനങ്ങൾ കണ്ട് കാണികൾ ആവേശഭരിതരായെങ്കിലും പെട്ടെന്ന് തന്നെ അയാൾ ഒരു കുപ്പിത്തുണ്ട് സ്വന്തം കഴുത്തിൽ വെച്ച് ക്രൂവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രംഗം മാറ്റി. തന്റെ അർത്ഥശൂന്യമായ ജീവിതത്തെക്കുറിച്ചും എല്ലാവരും എന്തിനാണ് ലക്ഷ്യമില്ലാതെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്നതെന്നും അയാൾ ഉറക്കെ ചോദിച്ചു. എന്നാൽ ഇത് കണ്ട് ഒട്ടും ഭയക്കാത്ത ജഡ്ജസ് ഇത് പെർഫോമൻസിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചപ്പോൾ ബിങ്ഹാം അമ്പരന്നുപോയി. അവർ അതിനെ ആ സീസണിലെ ഏറ്റവും മികച്ച ആക്ട് എന്ന് വിളിക്കുകയും ആഴ്ചയിൽ 2 തവണ സംപ്രേഷണം ചെയ്യുന്ന ഒരു സ്വന്തം ഷോ അയാൾക്ക് ഓഫർ ചെയ്യുകയും ചെയ്തു. സൈക്കിൾ ചവിട്ടുന്നതിനേക്കാൾ നല്ലത് ഇതാണെന്ന് അവർ പറഞ്ഞപ്പോൾ കാണികളും കൈയടിച്ചു. ആ സാഹചര്യത്തിൽ അത് സ്വീകരിക്കുകയല്ലാതെ അയാൾക്ക് മറ്റു വഴികളില്ലായിരുന്നു. അങ്ങനെ ബിങ്ഹാം ഒരു പ്രശസ്ത ടെലിവിഷൻ താരമായി മാറുകയും അയാൾ കഴുത്തിൽ വെച്ച കുപ്പിത്തുണ്ട് പോലും ഒരു ജനപ്രിയ വെർച്വൽ ഫാഷൻ ട്രെൻഡായി മാറുകയും ചെയ്തു.